നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറിവേപ്പില പൊടി ഇഡ്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഞാനിത് അങ്ങനെ കഴിച്ചിട്ടില്ല. കൂടുതൽ ഇവിടെ തമിഴ്നാട്ടിലാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കറിവേപ്പില പൊടി ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കറിവേപ്പില പൊടി ഉണ്ടാക്കണം. അപ്പോൾ കറിവേപ്പില പൊടി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് പൊട്ടുകടലയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പാനിലേക്ക് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു ഹോട്ടലിലാണ് ആദ്യം ഈ റെസിപ്പി കണ്ടത്. ട്രൈ ചെയ്യാനൊരു മടിയായിരുന്നു, കാരണം കറിവേപ്പില ആയതുകൊണ്ട്. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അത് സക്സസ് ആയി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് പൊട്ടുകടല. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ചേർക്കേണ്ടത് ഉഴുന്നാണ്. ഇതിപ്പോൾ മുഴുവനോടെയുള്ള ഉഴുന്നാണ്, 1 ടേബിൾ സ്പൂൺ. അതും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഉഴുന്ന്. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ ഇതുപോലെ 1 പിടി കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഈ കറിവേപ്പില നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ പച്ച കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വരും. കയ്യിൽ എടുത്ത് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകും. ആ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും, 5 മിനിറ്റിനും മുകളിലെടുക്കും വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു വറ്റൽമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഞാനിവിടെ 1 മുളകേ ചേർത്തിട്ടുള്ളൂ. ഇനി അടുത്തത് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ 1 വെളുത്തുള്ളി 2 അല്ലിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടേ കേൾക്കാറുള്ളതാണ്, മുടിക്ക് ഒരുപാട് നല്ലതാണ് കറിവേപ്പില കഴിക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ പൊതുവേ കറികളിലൊക്കെ കറിവേപ്പില ഇട്ടാലും കറിവേപ്പില കണ്ടാൽ അപ്പോൾ എല്ലാവരും അത് മാറ്റി വയ്ക്കും. ആരും അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇതുപോലെ പൊടിയൊക്കെ ആക്കി വെക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ എളുപ്പമാണ്. ഇഡ്ലിയും ദോശയൊക്കെ മുക്കി കഴിക്കാനായിട്ട് ഈ പൊടിയിൽ എണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാം. കറിവേപ്പില റൈസ് ഉണ്ടാക്കാം ഇതേ പൊടി വെച്ചിട്ട് തന്നെ. കറിവേപ്പില കഴിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക്സ് ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ കുറയ്ക്കാൻ നല്ലതാണ് കറിവേപ്പില. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ പൊടിയാക്കി എടുത്ത് വെച്ച് ഇടയ്ക്ക് ഇതുപോലെ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. നന്നായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലയുടെ ആ പച്ച കളറൊക്കെ കുറേശ്ശെ കുറഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ കയ്യിലാക്കിയപ്പോൾ നന്നായി പൊടിഞ്ഞു വന്നു. അപ്പോൾ അത് ആയിട്ടുണ്ട്. കറിവേപ്പില കളറൊക്കെ നന്നായി മാറി വന്നു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് നന്നായി ചൂടാറിയിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ വറുത്തെടുത്തതെല്ലാം ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിത് പൊടിച്ചെടുത്തു, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. നമ്മൾ വറുക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കറിവേപ്പില പൊടി റെഡിയായി. ഇനി ഇഡ്ലിയായിട്ട് അത് മിക്സ് ചെയ്യണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. നെയ്യിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് നമ്മൾ ഓയിലിൽ ചെയ്യുന്നേക്കാളും. ഇനി അതിലേക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഉഴുന്നാണ്. ഞാനിപ്പോൾ കുറച്ച് ഉഴുന്ന് ചേർത്തു.
ഉഴുന്നും നന്നായിട്ടൊന്ന് ആവുമ്പോൾ നമുക്കതിലേക്ക് മുളക്, വറ്റൽമുളക് 2ആയിട്ട് കീറിയിട്ടിട്ടു 2 അതിലേക്ക് കുറച്ച് കായം കൂടി ചേർത്തു, കായത്തിൻ്റെ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇഡ്ഡലിയാണ്. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ കാലത്ത് ഉണ്ടാക്കിയ ഇഡ്ഡലി ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇഡ്ഡലി നന്നായിട്ട് ഇതിലൊക്കെ ഒന്ന് കോട്ടാവണം. ഇഡ്ഡലി ലൈറ്റായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി വന്നു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറിവേപ്പില പൊടിക്ക് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പൊടി ചേർക്കാം. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന് പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇതങ്ങനെ കഴിക്കാം. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. ഇപ്പോൾ കുട്ടികൾ ചിലരൊന്നും ഇഡ്ഡലി തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ പോലും ഇത് കഴിച്ചോളും, ഒരു സ്നാക്ക് പോലെ. നമ്മുടെ കറിവേപ്പില ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ പൊടി മാത്രമാണ് എടുത്തത്. അപ്പോൾ ബാക്കി പൊടി നമുക്ക് ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി എടുത്തു വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി ബാക്കിയൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഈവനിങ്ങിൽ. ഇനിയും ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.